ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മത്തി മുളകിട്ടത്, അതും പുളിയുള്ള മാങ്ങ കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. മത്തി മുളകിട്ടതിൽ നല്ല അടിപൊളി പുളിയുള്ള മാങ്ങ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ രുചി. അപ്പോൾ മത്തി ഇതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ മാങ്ങ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മത്തി മുളകിട്ടതിനുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ വഴറ്റി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായി ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി സെറ്റാക്കി വെച്ച മത്തി ഓരോന്ന് ഇട്ട് കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് മീൻ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കി എടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ചേർത്ത് വെച്ച മുളകിട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ട കറിയാണ് ഇത്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.